എത്ര ദിവസമായി മാങ്ങ കഴിച്ചിട്ടു കുഞ്ഞിലൊക്കെ കഴിച്ച ഓർമ്മക്ക് വരുന്നു. അവളും ആദ്യം മാങ്ങയും കൊണ്ടാ വന്നോണ്ടിരുന്നത്. ആകെ പോട്ടെ, ശരിയാ. ആനത്തെ സാധനത്തെ കുറിച്ച് നീ എന്റെ മുന്നേ പറഞ്ഞില്ലല്ലോ. എന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? നമ്മുടെ അമ്മയില്ലേ, എന്റെ അമ്മ, അമ്മയുടെ ഏകദേശം ഒരു ഇത്രക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്ത് കുലസ്ത്രീ സാധനമുണ്ട്. പിന്നെ മറ്റേ അമ്പലം ചന്ദനക്കൂറ് തൊട്ട് എന്നെ മുണ്ടുപിടിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോവുക, തൊഴിയിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാ പണ്ട് അവളുടെ അച്ഛനും ശശിമാവനും എന്റെ അച്ഛനും കൂടെ ഏതോ പാറപ്പുറത്തിരുന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടും വന്നൊരു വാക്കാ. അതായത് തമ്പുരു നിഖിലിന്റെയാണ്, നിഖില് തമ്പുരുവിന്റെയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവളത് എടുത്തു അടി അതിനകത്തോട്ട്. പിന്നെ അന്ന് തൊട്ട് ഇങ്ങനെ നടക്കുക വീടിന് വട്ടം. അങ്ങനെ അവസാനം ഒരു ദിവസം അമ്മ എന്നെ അങ്ങ് പൂട്ടി ഇവളായിട്ട് കെട്ടിക്കും എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിച്ച്. എങ്ങനെയാലും കെട്ടിക്കണം, കാരണം അമ്മയുടെ പെർസ്പെക്റ്റീവ് ഉത്തമ കുട്ടി. അങ്ങനെ ഞാൻ അവസാനം ബാംഗ്ലൂർക്ക് ചാടിയത്. അങ്ങനെ പിന്നെ അവിടെ വെച്ചാണ് നിന്നെ കണ്ടത്. പിന്നെ നീ ഇവിടെ പ്രപ്പോസ് ചെയ്തപ്പോ പിന്നെ എനിക്കിതിൽ നിന്നൊരു മോചനമായി, ഫ്രീ ആയിട്ടൊരാളുമായി. കൈ നനയാതെ മീൻ പിടിപ്പിക്കാന്നൊക്കെ പറയുന്നില്ല, അത് തന്നെ. നല്ല ബുദ്ധി. പക്ഷെ അവള് വിചാരിക്കുന്നതല്ല കേട്ടോ, അവള് ടോർച്ചറിങ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഭ്രാന്താ അതിന്. എനിക്ക് നിഖിലേട്ടനോട് തനിച്ച് സംസാരിക്കും. ഓ പിന്നെന്താ, സംസാരിച്ചു എപ്പോ വന്നു? 2 ദിവസമായി. അറിഞ്ഞായിരുന്നു? പരിചയപ്പെട്ടില്ലേ? ഇല്ല. വൈഫാ തന്നെയാ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടെന്ന് നിഖിലേട്ടൻ. എന്ത് ചതി? പണ്ട് എന്റെ അച്ഛനും ശശിമാവനും കൂടെ ഏതോ പാറപ്പുറത്തിരുന്ന ഓരോ കാര്യം കേട്ടോണ്ട് നീ ഇറങ്ങി തിരിച്ചേക്ക് വേണോ? പാറപ്പുറത്തിരുന്നൊന്നും അല്ല പറഞ്ഞത്, ഇവിടെ ഇരുന്നാ പറഞ്ഞത്. രണ്ടും കൂടെ പാറപ്പുറത്ത് തന്നെ ഇരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നീ എന്ന കൊച്ച. നീ അതും കേട്ടോണ്ട് ഓരോ സിനിമ കഥയും കണ്ടോണ്ട് അത് എന്റെ പുറകെ നടക്കേണ്ടത്. നിനക്കൊക്കെ ഒരു ബോധമില്ല ഇതൊക്കെ? എന്നാലും ഞാൻ അന്നോട്ട് നിഖിലേട്ടനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയി. പ്രതിഷ്ഠിക്കാതെ അമ്പലം ഞാൻ വേറെ ആളെ പ്രതിഷ്ഠിച്ചു വെച്ചേ, അതുകൊണ്ടല്ലേ. കൂടെ പ്രതിഷ്ഠിക്കാതെ എന്തൊന്നും ഉത്സവം? ചുമ്മാ ഒരാളെ കെട്ടി മനസ്സിൽ പ്രതിഷ്ഠിക്കാവോ? എനിക്ക് നിന്നെ അങ്ങനെ ഒന്നും കാണാൻ, എനിക്ക് ഒരാളെ പ്രതിഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ, അത് നിഖിലേട്ടന്. എനിക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല. നീ എന്റെ കുടുംബത്തിലുള്ള കൊച്ചല്ലയോ? ഞാൻ നിന്നെ കൊച്ചിനെ തൊട്ടേ കണ്ട് എടുത്ത് വളർത്തിയതാ. അപ്പൊ എനിക്ക് വേറൊരു സംഗതികൾ നിന്നോട് തോന്നുന്നു. എടുത്തു വളർത്തിയ കൊച്ചിനെ പറ്റി തന്നെയാണല്ലോ അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് അങ്ങനെ പലതും പറയാം, അമ്മയെ നിനക്ക് അറിയത്തില്ലല്ലോ. ബാക്കി കാണുന്നത് ഞാനാ ഇവിടെ. നിഖിലേട്ടൻ 8ാം ക്ലാസ്സിൽ ഒരു കാമുകി, 9ാം ക്ലാസ്സിൽ വേറെ കാമുകി, 10ാം ക്ലാസ്സിൽ വേറെ കാമുകി. എന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ ഒരു കാമുകിയായിട്ട് കണ്ടൂടെ? മന്ദൂത്തി, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റത്തില്ലെന്ന്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നിഖിലേട്ടനെ മതി. കല്യാണം കഴിച്ചടി, എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഞാൻ അവളോട് സംസാരിച്ചോളാം. എന്ത് സംസാരിക്കാന്? എനിക്ക് നിഖിലേട്ടനെ വേണം. ഞാൻ പറയാം. നീ ഇവിടുന്ന് പോയേ, നീ വീട്ടിൽ പോകുന്നില്ലേ? നിനക്ക് അവിടെ ആരും ഇല്ലയോ? എന്നോട് അമ്മായി പറഞ്ഞു ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് പോയത്. ഏതമ്മായി? അമ്മായി. അമ്മായി അങ്ങനെ പറഞ്ഞോ? അതെനിക്ക് കാണണല്ലോ. അമ്മായി അമ്മേ, എന്താടാ? അമ്മയാണോ തമ്പുരനോട് നിൽക്കാൻ പറഞ്ഞേ? അതെ, എന്താ? എന്തിനാ അവളെന്തിനാ ഇവിടെ നിൽക്കുന്ന? അവൾക്ക് വീടില്ലേ? അതെ, എന്റെ ആങ്ങളുടെ മോളാ. അവളെ എവിടെ വന്ന് നിൽക്കണം, എത്ര ദിവസം ഇവിടെ നിൽക്കണമെന്ന് ഞാനാ തീരുമാനിക്കണം, നീയല്ല. എനിക്ക് അവള് ശല്യം, അമ്മയ്ക്കല്ല. നിനക്കെന്ത് ശല്യം? അവളിപ്പോ എന്നെ കെട്ടണം പോലും. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കെട്ടലായി. അങ്ങനെ അവള് പറഞ്ഞോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്നെ കൂടെ എന്റെ ഭാര്യ ഇവിടെ ഇല്ലയോ? അവളെ ഞാൻ കല്യാണം കഴിച്ചില്ല, ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, അവളെ പോയി ഡിവോഴ്സ് ചെയ്യും. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. അമ്മ എന്തോ മോനെ, ഇന്നത്തെ കാലത്തെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും അല്ല. ബന്ധങ്ങൾക്ക് അത്രയും വിലയുള്ളോ? അതെ, മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കിട്ടും. നമുക്ക് ആ കുട്ടീനെ നീ വീട്ടിൽ കൊണ്ട് നാക്ക. നമുക്ക് പറ്റിയ ബന്ധമല്ല മോനെ, അത് ശരിയാകത്തില്ല. അമ്മയ്ക്ക് എന്തുവാ അമ്മയുടെ ഒക്കെ തലയിലിരിക്കുന്നത്? എടാ, നമ്മുടെ കൊച്ചുണ്ടല്ലോ. ഏത് കൊച്ച്? ഈ നമ്മുടെ തമ്പുരു കൊച്ചില്ലേ, അവളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു അന്ന് പാറപ്പുറത്ത് വെച്ച്. അമ്മയുടെ അച്ഛന്റെ ഒരു പാറപ്പുറം ഉണ്ടല്ലോ. നിന്റെ അച്ഛനെ എന്റെ ആങ്ങളെ കൂടെ ഉറപ്പിച്ചതല്ലേ? ആ കൊച്ചിന്റെ മനസ്സ് എന്ത് വിഷമം. അവരൊക്കെ ഏതോ ബോധമില്ലാത്ത സമയത്ത് ഏതോ ഒരു പാറപ്പുറത്തിരുന്ന് പറഞ്ഞതിനൊക്കെ ഞാനാണോ അതിനൊക്കെ സമാധാനം പറയുന്നത്? എന്റെ മോനെ, കുഞ്ഞു നാളെ മുതൽ ആ കൊച്ചിന്റെ പിഞ്ച് മനസ്സിൽ കയറിയതല്ലേ? അതാ ഞാൻ കൊച്ചിനെ പോലെ കാണുന്ന കൊച്ചു. എനിക്ക് അതിനോട് എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തോന്നുന്നത്? മോനെ, അതിനെ കല്യാണം കഴിച്ച നല്ല അച്ചടക്കവും കുലീനത്വവും ആഭിജാത്യവും മറ്റേ ടോക്സിക് മറ്റേ സാധനമുള്ളൂ. മറ്റേ എന്തോ പറയുന്നത് നീ കൊണ്ടുവന്നത് ടോക്സിക്കേ അല്ല. അവള് നല്ല മറ്റേ തിരി നിൽക്കരുത്, മുണ്ടുടുക്കണം, കുറി ഇടണം, അമ്പലത്തിൽ പോണം. അതെ, കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരൊക്കെ അങ്ങനെയാ. അല്ലാണ്ട് കയ്യില്ലാത്ത ഉടുപ്പ് കൂട്ടും. ഞാൻ ഒന്നും പറയുന്ന കൊണ്ട് പറയിക്കല്ലേ മോനെ. ഞാൻ പറഞ്ഞതനുസരിക്ക്. അല്ലെങ്കിൽ അന്ന് ആ സുമതി പറഞ്ഞതാ. ഈ സുമതി പോകാണ്ടില്ലേ? അനുസരണയില്ല, അപ്പന്റെ അമ്മയും ബഹുമാനവും ഇല്ലാത്ത ഒരു പെങ്കൊച്ചിനെയും കൊണ്ടുവന്നു. അത് ഇവിടെ വന്ന് കുട്ടിച്ചോറാക്കും.
ചേട്ടനും എല്ലാവരും ഇട്ട് കൊടുത്തിട്ട് പോകുന്നല്ലേ. അവൾക്ക് സംസാരിക്കാൻ പറഞ്ഞു, ഞാൻ മാറിക്കൊടുത്ത് സംസാരിച്ചോട്ടെ. അതെ, നന്നായിട്ട്. എന്തായാലും ചേച്ചിക്ക് അവളെ അറിയാം, എന്നിട്ട് അവളിപ്പോ ചേട്ടനെ വാർത്തെടുത്ത് കാണും. അതെന്താ പ്രശ്നമാവത്? പിന്നല്ലാണ്ട് പ്രശ്നമാവുന്ന. ഒന്നാമത് ചേട്ടൻ അവളുടെ ശല്യം സഹിക്കാൻ വേണ്ടിയാണ് ബാംഗ്ലൂർ പോയത്. ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞോളൂ. അവള് അമ്മയുടെ തനി പകർപ്പാ. അമ്മയുടെ ആങ്ങളുടെ മോളാന്ന് പറഞ്ഞിട്ട് കരുതുന്നത് സെയിം അമ്മയുടെ പാറ്റേണാ. എന്നുവെച്ചാ അമ്മ ഇവിടെ ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് കാണിക്കുന്നില്ലേ, ഈ ഒരു സെയിം വൈബാ. ചേച്ചി അല്ലാതെ ഇപ്പൊ നീരായിട്ട് അവളെ വല്ലതും കേട്ടിരുന്നെന്ന് ആലോചിക്കുകയെ. ഈ രണ്ടുപേരുടെ ഇടയിൽ ഞാനും എന്റെ ചേട്ടനും അത്രയ്ക്ക് കുഴപ്പക്കാരാണല്ലോ. അത് പ്രാന്താ, സൈക്കോ. സത്യം. അതല്ല, ചേച്ചി എടുത്തോളം സംസാരിച്ചായിരുന്നു. അവള് വന്നിട്ട് പറഞ്ഞു നിങ്ങളോട് എന്തോ തനിച്ച് സംസാരിക്കണം. ശരി, ഞാൻ സംസാരിച്ചു വരട്ടെ. അവളുണ്ടല്ലോ രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറെ വർത്താനം പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്നെ ആമ്പിള്ളേരോടെ കണ്ടു, ആമ്പിള്ളേരോടെ ഇതിനെ കറങ്ങാൻ പോകുന്നത്, പിന്നെ എന്റെ ഡ്രസ്സിങ് മോശം, അങ്ങനെയാണ്. എനിക്കറിയത്തില്ല ഇവളൊക്കെ എന്തിനാ എന്റെ കാര്യം. അവളെ അന്വേഷിക്കണേ? ഷടാ, എനിക്കറിയത്തില്ല. അമ്മയുടെ പാരമ്പര്യമാണല്ലോ, ഉണ്ടാവും. ഭാഗ്യങ്ങളെ കൊണ്ട് ഭാഗ്യത്തിൽ എന്തായാലും എനിക്ക് ആ സ്വഭാവം കിട്ടിയില്ല. ഞാൻ ആലോചിക്കുക, ചേച്ചിക്ക് വരെ അവളും ഇല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയത്. അല്ല, ഇവരെ കല്യാണം ഉറപ്പിച്ചു പറഞ്ഞുള്ളതാണോ? അത് ഇവരുടെ കൊച്ചിലങ്ങാണ്ട്. എന്നാ അച്ഛനും ശശിമാവനും കൂടി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ പാറപ്പുറത്ത് നിന്ന് തീരുമാനിച്ചതാ നിഖിലേട്ടൻ്റെ അവളെയും കല്യാണം നടത്തണമെന്ന്. അന്ന് തൊട്ടിട്ട് ഏട്ടന്റെ തലയിൽ അവള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന്റെ ബർത്ത്ഡേക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നിഖിലേട്ടൻ. അമ്മ ഇവിടെ ഉള്ളപ്പോ പോലും ഏട്ടന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുക. ഏട്ടൻ്റെ അടുത്ത് അത്രയും ഫ്രീഡം ഒക്കെ മേടിച്ചോണ്ടിരിക്കും. എന്ത് പറയാനാ, നോട്ടേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊന്നും എനിക്കറിയാം. എന്റെ നല്ല സന്തോഷത്തിലാണല്ലോ. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുവായിരുന്നു. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? ഇല്ല. അമ്മ പറഞ്ഞല്ലോ നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിന് അമ്മ എന്നെ വിളിച്ചല്ലോ. എന്നോട് പറഞ്ഞു കേട്ടോ, മോരിയറിയൊക്കെ. അങ്ങോട്ട് പോയി. ഞാനാ? ഞങ്ങക്ക് മുതിർന്നവർക്ക് കുറച്ച് സംസാരിക്കണ്ട. മുതിർന്നവർക്ക് കുറെ സംസാരിക്കാനുണ്ടെന്ന്. അതെ. ഓ ഞങ്ങക്ക് പറയട്ടെ കുറച്ച് സീരിയസ് ഡിസ്കഷൻസ്. ഓൾ ദി ബെസ്റ്റ്. നിക്ക് പോലെ എനിക്ക് നിൽക്കുന്നില്ല. മുതിർന്നവര് സംസാരിക്കും കേട്ടോ. ശരി എന്നാ, ബൈ ബൈ. പേരെന്താ? തന്യ. ധന്യ. TH. ധന്യ. അതെന്താ അങ്ങനെ പേര്? പേരൻസ് അങ്ങനെ ഇട്ടു പോയി. വീടെവിടെ? ഞാൻ US-ലായിരുന്നു. US-ൽ എവിടെ? US-ൽ എല്ലായിടത്തും അറിയോ? ഒരുപാട് ദൂരത്തല്ലേ? അപ്പൊ നിങ്ങൾ എന്നോട്ടായിരുന്നു ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത? ഞങ്ങള് ബാംഗ്ലൂർ ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു. ആണോ? അപ്പൊ നിഖിൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു. ഓ, പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തു. സെറ്റായി. തന്നെയാണല്ലോ പ്രപ്പോസ് ചെയ്തേ? ഓഹോ. സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയോ? സാമ്പാറോ? മാഗി ഒക്കെ ഉണ്ടാക്കും. മാഗി ഉണ്ടാക്കും. ചായ ഒക്കെ അത്യാവശ്യത്തിലൊക്കെ ഇടാൻ അറിയാം. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ? സാമ്പാറൊക്കെ അറിയില്ല? ഞാൻ പഠിപ്പിക്കാം. ഓ, കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിഖിലേട്ടനെ മറക്കാൻ പറ്റത്തില്ല. കുട്ടി നിഖിലേട്ടനെ ഡിവോഴ്സ് ചെയ്യണം, എന്നിട്ട് എനിക്ക് തിരിച്ചു തരണം. നിഖിലേട്ടനെ തിരിച്ചു തരണം. പിന്നെ പണ്ട് മധുരമാമനും എൻ്റെ അച്ഛനും കൂടെ പാറപ്പുറത്തിരുന്ന് തീരുമാനം എടുത്തതാ നിഖിലേട്ടനെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന്. അതുകൊണ്ട് തന്നെ മറക്കണം നിഖിലിനെ. എന്നിട്ട് എനിക്ക് തിരിച്ചു തരണം. ഓ, തിരിച്ചും തരണം. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ശരിയേ. അമ്മായി, ഞാൻ അവളെ കണ്ടോ മോളെ? നമ്മുടെ സംസ്കാരത്തിന് ഒട്ടും ചേരാതെ. ശരിയല്ലേ അമ്മായി പറഞ്ഞ? ശരിയല്ലേ? പിന്നല്ലേ, എന്തൊരു ഫാഷൻകാരി. അന്ന് ആ പണിക്കര് കാണിയാര് വന്നപ്പോ പറഞ്ഞത് അവള് ശരിയാകത്തില്ലെന്ന്. അവളുടെ പേര് ഞാൻ ചോദിച്ചപ്പോഴേ ഒരുമാതിരി ഞാനൊരുമാതിരി മണ്ടിയെ പോലെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് പേര് പറയുന്നത്. ഇത് തന്നെയാണ് പേര്. ഇതെന്താ നമുക്ക് മനസ്സിലാവാത്ത പേര്? മോളെ അവളുടെ സ്വഭാവം അതാണ്. അമ്മായി ഇനി എന്ത് ചെയ്യും എനിക്കറിയാം. അമ്മായി എന്തായാലും വിഷമിക്കണ്ട. എന്റെ കയ്യിൽ എന്തായാലും കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്. പുതിയതായിട്ട് കണ്ടുപിടിച്ചതാ. ആണോ? അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു പ്ലാൻ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നൈസായിട്ട് അവളെ പുറത്താക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കൊച്ചിനെ രക്ഷിക്കണം മോളെ. അവളെ എങ്ങനെയെങ്കിലും ഓടിച്ചു വിടാം നമുക്കിവിടെ നിന്ന്. അവളാ നമുക്ക് അതിനുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ടമ്മായി. ഇനി ഒന്നും എന്റെ കൈ വിട്ടു പോകത്തില്ല. അതാണ് ആ രക്തബന്ധം എന്ന് പറയുന്നത്.